ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിനെതിരെ രൂക്ഷ വിമർശനവുമായി DCC പ്രസിഡന്റ് CP മാത്യു. ഡീൻ മൂക്കാതെ പഴുത്ത നേതാവ്. MP യെ കൊണ്ട് DCCക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. സംഘടന നടത്തിക്കൊണ്ടു പോകാൻ ആവശ്യമായ ഒരു സഹായവും MP-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് DCC പ്രസിഡന്റ് വിമർശിക്കുകയാണ്. CP മാത്യുവിൻ്റെ വാക്കുകൾ. MP ഒരുപാട് മൂക്കാതെ പഴുത്തു പോയതിൻ്റെ കുഴപ്പമാണ് MP അങ്ങനെ പറയേണ്ടി വന്നത്. MP കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനമാനങ്ങളൊന്നുമില്ല. ഇടുക്കിയിലെ MP ആണ്. അദ്ദേഹത്തിന് 3 വയസ്സുള്ളപ്പോഴാണ് ഞാൻ കലൂർ സ്കൂളിൽ ഒരു സമരം ചെയ്തത്. ഐപ്പ് മെമ്മോറിയൽ സ്കൂളിൽ നിന്ന് KSUക്കാരെ പിരിച്ചുവിട്ടപ്പോൾ സമരം എന്ന് 3 വയസ്സേ ഉള്ളൂ. 3 വയസ്സാകുമ്പോൾ മുറ്റത്തോടെയൊക്കെ നടക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് മൂക്കാതെ പഴുത്തതിൻ്റെ കുഴപ്പമാണ് എന്ന് പറയാൻ കാരണം. MP-യുടെ പണി നോക്കിയാൽ മതി. സംഘടനാപരമായി DCC പ്രസിഡന്റിൽ ചെയ്യാനുള്ള പണി എനിക്ക് അറിയാൻ ഞാൻ ചെയ്തിട്ടുണ്ട്. MP-യുടെ ഒരു സഹായവും ഇക്കാര്യത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കഴിഞ്ഞ 5 വർഷമായി കൊണ്ടുപോകുന്ന കാര്യത്തിൽ മറ്റ് ജില്ലകളിലെ എല്ലാ MP-മാരും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ സഹായിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സഹായവും DCC പ്രസിഡന്റിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഒരു കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ സഹായം ഉണ്ടായിട്ടില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ നടന്ന പഞ്ചായത്ത് മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ആവണം, അല്ല മെമ്പർ ഓഫ് പഞ്ചായത്ത് ആവരുത്. മെമ്പർ ഓഫ് പാർലമെൻറ്റ് പറഞ്ഞാൽ മെമ്പർ ഓഫ് പാർലമെൻറ്റ് ആവണം, മെമ്പർ ഓഫ് പഞ്ചായത്ത് ആവരുത്. പിന്നെ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് ഈ ജില്ലയിൽ ജയിച്ചിട്ടുള്ള MLA-മാരൊക്കെ എങ്ങനെയാണ് നിൽക്കുന്നത്, എവിടെ നിൽക്കുന്നതൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ ചൊറിഞ്ഞ് മാന്തി കിട്ടിയിട്ടുള്ള സൗഭാഗ്യം കളയരുത് എന്ന് ഞാൻ അഡ്വാൻസായി പറയുന്നു. ഇതിനപ്പുറം ഒരു വാക്കില്ല. അതായത് ശ്രീ CP മാത്യു സ്വന്തം പാർട്ടിയുടെ MP-യാണ് ഇത്തരത്തിൽ പരസ്യമായി താക്കീത് നടത്തുന്നത്. മാത്രമല്ല, നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞതുപോലെ അഖിൽ TS ഈ നാടൻ ഭാഷയിലൊക്കെ പറയുന്നത് പോലെ നീ തുണിയുടുക്കാതെ നടന്ന പ്രായത്തിൽ സമരം നയിച്ചു വന്ന ആളാണ്, എന്നോട് വേണ്ട വേലത്തരമെന്ന് അദ്ദേഹം തെളിച്ചു പറയുകയാണ് ഡീൻ കുര്യാക്കോസിനോട്. എന്തൊക്കെയാണ് ഇടുക്കിയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഉൾപ്പോരുകൾ? അജിംഷാദ് ആദ്യം പറഞ്ഞത് തന്നെയാണ് അതിനുള്ള മറുപടി. കാരണം ഇതിൽ പരം ഒരു വാക്ക് പറയാനില്ല. ഒരു MP-യെ എത്രയൊക്കെ മനോഹരമായിട്ട് വിമർശിക്കാൻ പറ്റുമോ ആ മനോഹരമായിട്ട് സ്വന്തം പാർട്ടിയിലെ MP-ആണെന്ന് ഓർക്കണം. ഇതിൽ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഡീൻ കുര്യാക്കോസ് MP VD സതീശൻ വിഭാഗത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. എന്നാൽ DCC പ്രസിഡന്റായ CP മാത്യു KC വേണുഗോപാൽ പക്ഷേ ആ പറഞ്ഞ ബൈറ്റിൽ ഒരു വാചകം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഇവിടെ ജയിച്ചു വന്ന MLA-മാരൊക്കെ ഏത് പക്ഷത്താണ് നിൽക്കുന്നതെന്ന് MP ഓർത്താൽ നല്ലത്. നിങ്ങൾക്കും ഇടുക്കിയിലെ MLA-മാരൊക്കെ ഏത് പക്ഷത്താണ് നിൽക്കുന്നത് എന്ന് MP ഓർത്താൽ നല്ലത് എന്നൊരു വാക്ക് അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അതിൽ തന്നെ CP മാത്യു പറഞ്ഞു വെക്കുന്നത്, അതായത് ഇടുക്കി ജില്ലയിൽ കോൺഗ്രസിന് 4 MLA-മാരാണുള്ളത്. ഈ 4-ൽ 3 പേരും KC വേണുഗോപാൽ പക്ഷത്താണ് നിൽക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ KC വേണുഗോപാൽ പക്ഷത്തിലാണ് നിൽക്കുന്നത്. ഈ ഡീൻ കുര്യാക്കോസിന് ഇത്തരത്തിൽ വിമർശിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഇതിനു മുൻപ് VD സതീശൻ മുഖ്യമന്ത്രിയാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തൊടുപുഴയിൽ ഒരു പ്രകടനം നടന്നിരുന്നു. ആ തൊടുപുഴയിലെ പ്രകടനത്തിൽ പങ്കെടുത്ത DCC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ സസ്പെൻഡ് ചെയ്യണം. ആദ്യമായിട്ടാണ് ഒരു ജില്ലാ കമ്മിറ്റി ഇത്തരത്തിൽ പ്രകടനത്തിന് നേതൃത്വം നൽകിയ 4 പേരെ പുറത്താക്കുന്ന ഒരു നടപടിയിലേക്ക് കടന്നു. അത് ഇടുക്കി ജില്ലയിലാണ്. CP മാത്യു ആണ് അത്തരത്തിലൊരു നടപടി എടുത്തത്. ആ നടപടിക്കെതിരെ ആദ്യം ഇടുക്കിയുടെ MP ആയിട്ടുള്ള ഡീൻ കുര്യാക്കോസ് രംഗത്ത് വന്നു. എരുതിയിൽ എണ്ണയൊഴിക്കുന്ന നടപടിയാണ് CP മാത്യു കാണിക്കുന്നത്. CP മാത്യു പ്രവർത്തകരുടെ വേദനകളൊന്നും അറിയുന്നില്ല, CP മാത്യു പ്രവർത്തകരെ അറിയുന്നില്ല എന്നുള്ള രീതിയിൽ ആദ്യഘട്ടത്തിൽ വിമർശനം ആദ്യം ഉന്നയിച്ചത് ഡീൻ കുര്യാക്കോസ് ആയിരുന്നു DCC പ്രസിഡന്റിനെതിരെ. എന്നാൽ ഇന്ന് അതിനെയെല്ലാം മറികടന്നുകൊണ്ട് കടുത്ത ഭാഷയിലാണ് DCC പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസിനെ തിരിച്ച് വിമർശിച്ചിരിക്കുന്നത്. താൻ, അതായത് MP 3 വയസ്സുള്ളപ്പോൾ താൻ സമരം ചെയ്തു തുടങ്ങിയതാണ്. ആ തന്നെ പഠിപ്പിക്കാൻ MP വളർന്നിട്ടില്ല. മൂക്കാതെ ഒരു പണിയും എടുക്കാതെ കൃത്യമായിട്ട് DCC പ്രസിഡന്റായ CP മാത്യു പറഞ്ഞു വെക്കുന്നുണ്ട്. PT തോമസിന് അർഹതപ്പെട്ട സീറ്റായിരുന്നു ഇടുക്കി MP സ്ഥാനം. അത് ചില പ്രശ്നങ്ങൾ, ഇന്റേണൽ പൊളിറ്റിക്സിന്റെ ഭാഗമായി ആ സീറ്റ് PT തോമസിന് കിട്ടാതെ പോകുന്നു. അത്തരത്തിൽ PT തോമസിന് കിട്ടാതെ പോയ സീറ്റ് സൗഭാഗ്യം കൊണ്ട് കിട്ടിപ്പോയ ഡീൻ കുര്യാക്കോസ് ആ കിട്ടിയ സൗഭാഗ്യം ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്. അല്ലാതെ ഒരു വിധത്തിലുള്ള പണിയെടുത്തിട്ടും കിട്ടിയ സീറ്റല്ല എന്ന് DCC പ്രസിഡന്റ് തന്നെ പറയുമ്പോൾ ഇവരുടെ ഉള്ളിലെ ഒരു മനോഭാവത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം ഒരേ പാർട്ടിയിലുള്ള 2 ആളുകൾ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഇത്ര 2 ഗ്രൂപ്പിൽ നിൽക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഇത്ര പരസ്യമായിട്ട് ഇവർക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവർക്ക് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ധാരണ 2 ആളുകളെ കുറിച്ചുണ്ട്. എത്രത്തോളം പണിയെടുത്തിട്ടുണ്ട്, എത്രത്തോളം പണിയെടുക്കാതെ വന്നവരുണ്ട്,
ഓരോ പക്ഷത്തും എത്ര പേരുണ്ട് എന്നുള്ള ധാരണ ഇവർക്കുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്തായാലും ഇടുക്കിയിലെ പൊളിറ്റിക്സ് ഇങ്ങനെ ഇപ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രി കൂടി ആയതോടെ ഇടുക്കിയിലെ പൊളിറ്റിക്സ് ഇങ്ങനെ കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് വി ഡി സതീശൻ സപ്പോർട്ട് ചെയ്യുന്ന ഡീൻ കുര്യാക്കോസ് എം പി, മറുവശത്ത് കെ സി വേണുഗോപാൽ സപ്പോർട്ട് ചെയ്യുന്ന ഇടുക്കി DCC പ്രസിഡന്റായുള്ള CP മാത്യു. എന്തായാലും ഇവർ തമ്മിലുള്ള ഇന്റേണൽ പൊളിറ്റിക്സ്, ആഭ്യന്തര കോൺഗ്രസ് യുദ്ധം ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ് അജിംഷാദ്.